അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗം ഇറങ്ങുന്ന മേടക്കൂറുകാർക്ക് ഈ 2025 പുതുവർഷത്തിൽ കർമ്മപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ടാണ് പറയുന്നത്. അതായത് നിലവിലുള്ളതായിട്ടുള്ള ജോലികളൊക്കെ ഒന്ന് മാറാനും ചിലർക്ക് ട്രാൻസ്ഫർ വരാനും ദൂരയാത്രകൾ ഉണ്ടാവാനും മറ്റുമൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഇതുവരെ നമുക്ക് തടസ്സം നിന്നിട്ടുള്ള പ്രൊമോഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുണദോഷങ്ങൾ മാറി മറിഞ്ഞു വരുന്ന ഒരു വർഷമായിരിക്കും എന്നാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്. വളരെ നമുക്കൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ഈ വർഷം പറയുന്നില്ല, എങ്കിൽ നന്നേ താഴ്ചയായിട്ടുള്ള അവസ്ഥയും നമുക്ക് പറയുന്നില്ല. പക്ഷെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കർമ്മ മേഖലയിൽ മേടൻ രാശിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അധിക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, അതിൻ്റെതായിട്ടൊരു ഹാർഡ് വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ സപ്പോർട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറയാനെ കൊണ്ട് സാധിക്കും. അശാന്ത പരിശ്രമങ്ങൾ വേണ്ടി വരും. നമുക്ക് രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ പടാപാട് പടേണ്ടി വരും നമ്മൾ പറയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ഉന്നതി ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് കാണുന്നു. എന്തായാലും പ്രവൃത്തി രംഗത്ത് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും മാറ്റങ്ങളും സമ്പത്തുകളും ദൂരയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യോഗങ്ങൾ ഈ വർഷം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പല മാറ്റങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ. ശനി മാറ്റം, അതുപോലെ തന്നെ ഈ വർഷം മാർച്ച് മാസത്തിൽ തന്നെ 3 ഗ്രഹങ്ങളുടെ ഒരു ട്രാൻസിഷനാണ് നടക്കുന്നത്. രാഹുമാറ്റം, അതുപോലെ തന്നെ വ്യാഴമാറ്റം, ശനിമാറ്റം, 3 ഗ്രഹങ്ങൾ മാർച്ചിൽ മാറുന്നുണ്ട്.